അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നല്ലൊരു അടിപൊളി മാങ്ങച്ചാറാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. മാങ്ങ കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. മാങ്ങയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പൂവൊക്കെ ഇട്ട് വരുന്നുള്ളൂ, മാങ്ങ ഉണ്ടാവാറാവണുള്ളൂ. അപ്പോൾ ആ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല അച്ചാർ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഒരു മാങ്ങ അച്ചാറാണ്. ആ അച്ചാർ കമ്പനിയിൽ ഇട്ടിരുന്ന മാങ്ങേൻ്റെ നമ്മളൊരു കസിൻ സിസ്റ്റർ കുറേ മുന്നേ അച്ചാർ കമ്പനിയിൽ അങ്ങനെ അച്ചാറിടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ മാങ്ങ അച്ചാറിടാൻ വേണ്ടി ഞാൻ 1/2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറുതാക്കി കട്ട് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ച് കല്ലുപ്പ് ഇട്ടിട്ട് 2 ദിവസം വെച്ചതായിരുന്നു. 2 ദിവസം വെക്കണില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് അതിലേക്ക് നമ്മൾക്ക് കടുക് പരിപ്പ് വേണം കേട്ടോ. കടുക് പരിപ്പ് വാങ്ങാൻ കിട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ചീനച്ചട്ടി ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തതാണ്. കടുക് ഇങ്ങനെ നല്ല പൊട്ട് ഒന്നും വേണ്ട, എണ്ണയിൽ വറുക്കുക അങ്ങനെ ഒന്നും വേണ്ട. ചട്ടി ചൂടായതിന് ശേഷം കടുക് ഇട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴത്തെ ഇത് നമ്മൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇഞ്ചി ചെറുതാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില 2 തണ്ട്, കുറച്ച് ഒരു 2 തുടം വെളുത്തുള്ളി കുറേ ഉണ്ടായിക്കോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കടുകൊക്കെ ഇവിടെ ചെറുതായി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു അമ്മിക്കല്ല്, ചെറിയ എന്തെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി ഉരുട്ടി കൊടുത്താൽ ഇങ്ങനെ അതിൻ്റെ പരിപ്പ് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നമ്മളെ കടുക് പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്നല്ല കറുപ്പ് കടുകിൻ്റെ തോടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റിലിട്ട് ഇതാക്കിയാൽ അതെല്ലാം പോകും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളൊരു പാന് ഇതുപോലെ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഓയിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തളിച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾക്ക് വെളുത്തുള്ളി ഒന്ന് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നമ്മൾ ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾക്ക് ഒന്ന് കോരിയെടുക്കാം. അടുത്ത നമ്മൾ അതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില അതുപോലെ നമ്മൾക്കൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾക്കിങ്ങനെ ഓരോന്ന് വറുത്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഇത് വറുത്തെടുക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ പച്ചമുളക് നമ്മൾക്കൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. കടുക് പരിപ്പ് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. കടുക് പരിപ്പ് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അച്ചാർ പൊടിയാണ് 100 ഗ്രാം അച്ചാർ പൊടി വാങ്ങിയിട്ട് ഞാൻ ഒരു 50 ഗ്രാമാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണയിലൊന്ന് അച്ചാർ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം സ്ലോവിലാക്കണം, ഒരിക്കലും തീ കൂടി പോകരുത്. അച്ചാർ പൊടി ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സുർക്കൊന്ന് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ചേർത്തൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ വറുത്ത് കോരി വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കടുക് പരിപ്പ് എല്ലാം ഉണ്ടല്ലോ, അതുകൂടി അതിലേക്ക് ഇട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഗരം മസാലയാണ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കണം. ഉപ്പ് നമ്മൾ മാങ്ങ ആദ്യം ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. 2 ദിവസം ഉപ്പിലിട്ട് നമ്മൾ മാങ്ങ വെച്ചിട്ടുണ്ട്. കല്ലുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഉപ്പ് ആവശ്യത്തിൽ അതിൽ തന്നെ ഉണ്ടാവും. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്ന വരെ കേട്ടോ, അതുവരെ മാത്രം മതി, ഇല്ലെങ്കിൽ മാങ്ങ കലങ്ങിപ്പോവും. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ പിന്നെ നമ്മൾക്കത് ഓഫാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ബിരിയാണിയിൽക്കും നെയ്ച്ചോറിൽക്കും നമ്മളെ സാധാ ചോറിൽക്കൊക്കെ ഇത് കുഴച്ച് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ, ഈ ഒരു അച്ചാർ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ഒരു ടൈമിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.
പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ അച്ചാർ കമ്പനിയിൽ അതേ ടേസ്റ്റിൽ ഇതാ നമ്മൾ മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.